തൃശൂർ ചാലക്കുടിയിൽ പുലർച്ചെ പള്ളിയിലേക്ക് നടന്നുപോയ സ്ത്രീയെ ആക്രമിച്ച് സ്വർണ്ണവളകൾ കവർന്നയാൾ പിടിയിലായി. കണ്ണൂർ തലശ്ശേരി സ്വദേശി റോഷൻ ഈ കവർച്ച നടത്തിയത് ആർഭാട ജീവിതത്തിന് വേണ്ടിയാണെന്നാണ് മൊഴി. ആർഭാട ജീവിതം നയിക്കാൻ യുവാവ് മോഷണത്തിനിറങ്ങി. ചാലക്കുടിയിൽ നടന്നു പോവുകയായിരുന്ന സ്ത്രീയെ ആക്രമിച്ച് ബോധരഹിതയാക്കി സ്വർണ്ണവളകൾ കവരുകയായിരുന്നു. ദിവസങ്ങൾക്കുള്ളിലാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ മെയ് മാസം 30 പുലർച്ചെ 5:25 സംഭവം. വാഴക്കുന്ന് സ്വദേശിയായ സ്ത്രീ വീട്ടിൽ നിന്നും പോട്ട ലിറ്റിൽ ഫ്ലവർ പള്ളിയിലേക്ക് പോവുകയായിരുന്നു. അതിനിടയിൽ വിജനമായ സ്ഥലത്ത് വെച്ച് കൈകളിൽ ഗ്ലൗസ് ധരിച്ചെത്തിയ റോഷൻ സ്ത്രീയെ പിന്നിൽ നിന്നും ആക്രമിച്ചു. മുഖം പൊത്തിപ്പിടിച്ച് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവിടെ വെച്ച് മുഖത്തടിച്ച് ക്രൂരമായി ഉപദ്രവിച്ച് അബോധാവസ്ഥയിലാക്കി. ശേഷമാണ് കയ്യിലുണ്ടായിരുന്ന 1 പവൻ വീതമുള്ള 3 സ്വർണ്ണവളകൾ കവർന്നത്. ഞാൻ എൻ്റെ 2 കൈ മുറിച്ച് ഇയാൾ കുറേ കൊതറി നോക്കി. പക്ഷെ ഇയാൾ നല്ല കരുത്തിൽ എന്നെ പിടിച്ചായിരുന്നു. ഞാൻ എന്നിട്ട് ആൾ മുമ്പ് എൻ്റെ കഴുത്തിൽ അതെപ്പിയത്. ആക്രമണത്തിനിരയായ സ്ത്രീ നൽകിയ സൂചനകളാണ് കേസിൽ നിർണായകമായത്. മോഷ്ടാവ് വ്യായാമം ചെയ്യുന്നവർ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നതെന്ന് പോലീസിന് മൊഴി നൽകി. ഇതേ തുടർന്ന് അന്വേഷണ സംഘം പ്രദേശത്ത് പുലർച്ചെ നടക്കാനിറങ്ങുന്ന 70ഓളം പേരെ നിരീക്ഷിച്ചു. ഇതിൽ നിന്നാണ് പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ സൂചന പോലീസിന് ലഭിച്ചത്. അപ്പോൾ അവനെ നമ്മൾ പിടിച്ചു. പോയ 3 വളയും എവിടാന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ വിവരം കിട്ടി. അത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ പരിശോധിച്ച് 3 ഈ 3 വള ഇരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൃത്യമായിട്ട് ചെയ്യും. കണ്ണൂർ തലശ്ശേരി സ്വദേശിയാണ് റോഷൻ. ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഓൺലൈൻ ലോൺ അപ്രൂവറായി ജോലി ചെയ്തു വരികയാണ്. ആർഭാട ജീവിതം നയിക്കാനായാണ് ഈ കൊള്ള നടത്തിയത്. ഇക്കാര്യം ഇയാൾ പോലീസിനോടും സമ്മതിച്ചു. കഴിഞ്ഞ 3 വർഷമായി പോട്ട വാഴക്കുന്നിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇയാൾ. മാതൃഭൂമി ന്യൂസ് തൃശൂർ.